ടെക്നോയുടെ ടെക്നോ പോപ്പ് 7 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6800 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോപ്പ് 7 Pro എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 64 GB ഇന്റേണൽ വരുന്നുണ്ട്. 6800 രൂപ പ്രൈസ് റേഞ്ചിൽ പൊതുവേ നമുക്ക് 32 GB ഇന്റേണലും കാര്യങ്ങളൊക്കെയാണ് കിട്ടാറ്. എന്നാൽ ഈ ഫോണിൽ 64 GB ഇന്റേണൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ 2 GB റാമും 64 GB ഇന്റേണലുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 3 GB റാമും 64 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. അപ്പം അതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യം നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ഫോണിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. 120 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈനൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 480 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6800 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekന്റെ helio A22 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു ക്വാഡ് കോർ പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഒക്ടാ കോർ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. എന്നാലും 6800 രൂപ പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം അതും നമ്മൾ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ഇല്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 5G സപ്പോർട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. 2 GB റാമിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് 2 GB റാം ലഭിക്കുന്നതായിരിക്കും. 3 GB റാം വെർഷൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് 3 GB റാമും ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ Android 12 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നും ഇതിൽ വരുന്നില്ല. പക്ഷേ ബഡ്ജറ്റ് സെഗ്മെന്റിൽ അതൊന്നും നമ്മൾ വലിയ പ്രശ്നമായിട്ടൊന്നും പറയുന്നില്ല. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 12 മെഗാപിക്സലിന്റെ 1.85 പെർസിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. 10 വാട്ടിന്റെ ചാർജിംഗ് സ്പീഡാണ് ഇതിൽ വരുന്നത്. പിന്നെ Type-C ചാർജിംഗ് പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം പല ബ്രാൻഡുകളും ഇപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൈക്രോ USB ചാർജിംഗ് പോർട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഫോണിന്റെ തിക്നെസ് വരുന്നത് 8.9mm ആണ്. പിന്നെ ഇതിൽ IPX2 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നില്ല. 6800 രൂപ പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ലാത്തത് ഞാൻ വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ ചില ഫോണുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ല എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് പറയാനുള്ള ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ലാത്തത് ആ ഒരു ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ 6800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു കാര്യം ഞാൻ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 GB റാം വെർഷൻ്റെ വില വരുന്നത് 6799 രൂപയാണ്. അതുപോലെ തന്നെ 3 GB റാം വെർഷൻ്റെ വില വരുന്നത് 7299 രൂപയാണ്. ഫെബ്രുവരി 22 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6800 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് 64 GB ഇന്റേണലുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ടെക്നോ പോപ്പ് 7 Pro എന്ന ഫോൺ നോക്കാവുന്നതാണ്. ബാക്കി ഫീച്ചേഴ്സ് ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ്. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് 64 GB ഇന്റേണൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതും നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 64 GB ഇന്റേണൽ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ടെക്നോ പോപ്പ് 7 Pro എന്ന ഫോൺ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.